കേരള PSC നടത്തിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്നുള്ള GK ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണിത്. താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, ഖേഡ സത്യാഗ്രഹം മഹാരാഷ്ട്ര, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. ആൻസറായിട്ട് വരുന്നത് സി ആണ്, അതായത് 1, 3. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. ആൻസർ ഒന്നുകൂടി പറയുകയാണ്. ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, ശരിയായത് അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? 1. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 2. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 3. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഇതിൽ തെറ്റായത് ഓപ്ഷൻ എ ആണ്, 1 മാത്രം. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്തല്ല, അതാണ് തെറ്റായത്. ഈ ക്വസ്റ്റ്യനിൽ മാർത്താണ്ഡവർമ്മയുടെ ശരിയായ പ്രസ്താവനകളാണ് 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയതും 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതും. ക്വസ്റ്റ്യൻ 3. ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതികൾ ഏതാണ്? ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1.25 കോടി മലയാളികൾ. ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? 1.25 കോടി മലയാളികൾ. ക്വസ്റ്റ്യൻ 4. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നവ. ശരിയായ ബന്ധം ഏതാണ്? കേസരി ബാലഗംഗാധര തിലക്, യങ് ഇന്ത്യ ആനി ബസന്റ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ആൻസർ ബി ആണ്, 1, 3. ശരിയായ പ്രസ്താവന ഒന്നുകൂടി വായിക്കുകയാണ്. കേസരി ബാലഗംഗാധര തിലക്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ക്വസ്റ്റ്യൻ 5. താഴെ പറയുന്ന ഉദ്ധരണിയിൽ തെറ്റായത് ഏത്? 1. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. 2. ഞാനാണ് രാഷ്ട്രം ലൂയി 14. 3. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് വോൾട്ടയർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, 3 മാത്രം തെറ്റായത്. 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ആൻസർ ചൈന. 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ചൈന. ചവറ കരിമൺ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത്? ഇൽമനൈറ്റ്. ചവറ കരിമൺ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത്? ഇൽമനൈറ്റ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? സെപ്റ്റംബർ മാസത്തിൽ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? സെപ്റ്റംബർ മാസത്തിൽ. ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ഉത്തരാഖണ്ഡ്. ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ഉത്തരാഖണ്ഡ്. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷ് ആണ്? ഹൈവേ. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷ് ആണ്? ഹൈവേ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശ്. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ഓപ്ഷൻ എ, PSLV. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ഓപ്ഷൻ എ, PSLV. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 2. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. 3. ഇപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു. 4. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ആൻസർ സി ആണ്, 1, 2, 4 ശരിയാണ്. 1, 2, 4 ശരിയാണ്. അതായത്
ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തതേത്? 1. ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപ്പാദനം അപൂർവമായി വർദ്ധിച്ചു. 2. ഡോക്ടർ M.S. സ്വാമിനാഥൻ പ്രധാന പങ്കുവഹിച്ചു. 3. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം ഉപയോഗിച്ചു. 4. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി 1 മാത്രമാണ്. ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെയും ഉൽപ്പാദനം അപൂർവമായി വർദ്ധിച്ചു. ഓപ്ഷൻ ബി 1 മാത്രം. ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് കേരള PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള പരീക്ഷകളിൽ നിന്നെടുത്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഈ ക്വസ്റ്റ്യൻസ് ഒത്തിരി പ്രയോജനം ചെയ്യും എല്ലാവർക്കും. താങ്ക്സ്.